കുഞ്ഞികൃഷ്ണൻ നായരുടെ നിര്യാണം നമ്മുടെ നാട്ടിലെ പൊതുജീവിതത്തിൽ വലിയ നഷ്ടമാണ് വരുത്തിയിരിക്കുന്നത്. അഭിയുക്ത പെരിങ്ങോം മേക്കര പഞ്ചായത്തിൻ്റെ പ്രസിഡന്റായി അദ്ദേഹം പ്രവർത്തിച്ചിരുന്ന കാലത്ത് തന്നെ കുഞ്ഞികൃഷ്ണൻ നായരുമായി പരിചയപ്പെടാൻ എനിക്ക് കഴിഞ്ഞു. 1996 മുതൽ 2006 വരെ ഈ പെരിങ്ങോം മേക്കര പഞ്ചായത്ത് ഉൾപ്പെടുന്ന തൃക്കരിപ്പൂർ അഭിയുക്ത അസംബ്ലി മണ്ഡലത്തിൻ്റെ MLA എന്ന നിലയിലുള്ള എൻ്റെ പ്രവർത്തനത്തിൽ അദ്ദേഹം അത് കോൺഗ്രസ് നേതാവും പഞ്ചായത്ത് പ്രസിഡന്റും ഒക്കെ ആയിരുന്നുവെങ്കിലും ഈ ചെറുപുഴയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ പെരിങ്ങോം മേക്കര പഞ്ചായത്തുമായി ബന്ധപ്പെട്ട എല്ലാ വികസന പ്രവർത്തനങ്ങളും ഏറ്റവും ഉള്ളു തുറന്ന സഹകരണമാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. ഒരിക്കലും വിസ്മരിക്കാനാവാത്ത വികസനത്തിന് അനുകൂലമായ മനോഭാവവും പ്രവർത്തനങ്ങളും കുഞ്ഞികൃഷ്ണൻ നായരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. നിശ്ചയമായിട്ടും നമ്മുടെ നാട്ടിൽ അതുപോലെ പ്രവർത്തിക്കുന്ന പൊതുപ്രവർത്തകർ അവരുടെ സേവനങ്ങൾ വളരെയേറെ വിലപ്പെട്ടതാണ്. കുഞ്ഞികൃഷ്ണൻ നായരുടെ നിര്യാണത്തിൽ അത്യന്തം ദുഃഖം രേഖപ്പെടുത്തുകയാണ്. അദ്ദേഹത്തിൻ്റെ ദുഃഖിതരായ കുടുംബാംഗങ്ങളോടുള്ള അനുശോചനവും ഈ അവസരത്തിൽ ബഹുമാനായ കുഞ്ഞികൃഷ്ണൻ നായർ ചെറുപുഴയിലെ രാഷ്ട്രീയ പ്രവർത്തന രംഗത്തെ അതികായകനായ നേതാവ്, പെരിങ്ങോം മേക്കര പഞ്ചായത്തിൻ്റെ മുൻ പ്രസിഡന്റ്, മികച്ച സഹകാരി എന്നീ നിലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച വ്യക്തിത്വം. അദ്ദേഹത്തിൻ്റെ വേർപാട് കോൺഗ്രസ് പ്രസ്ഥാനത്തിനും അതോടൊപ്പം അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും നികത്താനാവാത്ത നഷ്ടമാണ്. സാമൂഹ്യ പ്രവർത്തന രംഗത്ത് നിറസാന്നിധ്യമായിരുന്നു. കഴിഞ്ഞ 7 പതിറ്റാണ്ടോളം കാലം ചെറുപുഴയിൽ രാഷ്ട്രീയ സാമൂഹിക രംഗത്ത് അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം എപ്പോഴും എല്ലാ കാര്യങ്ങൾക്കും സജീവമായ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നൽകിക്കൊണ്ട് തന്നെ അദ്ദേഹം എല്ലാവർക്കൊപ്പം തന്നെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ നിര്യാണം കോൺഗ്രസ് പ്രസ്ഥാനത്തിനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും ഉണ്ടാക്കിയ വിടവ് ഒരിക്കലും നികത്താൻ വേണ്ടി സാധിക്കില്ല. ആ നിര്യാണത്തിലുള്ള അനുശോചനം രേഖപ്പെടുത്തുകയാണ്. ഈ നാളിലെ നല്ലൊരു രീതിയിൽ കൂടെ ചെറുപുഴ പഞ്ചായത്തിനെ ചെറുപുഴ ഏരിയയെ നല്ല രീതിയിൽ കൂടെ വർഷത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ വളരെയധികം പരിശ്രമിച്ച ഒരു വ്യക്തിയാണ്. അദ്ദേഹം കോൺഗ്രസിൻ്റെ KPCC വർക്കിംഗ് കമ്മിറ്റി മെമ്പറും അതുപോലെ മുതിർന്ന കോൺഗ്രസ് നേതാവും ആണെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ വലങ്കയായിട്ട് പ്രവർത്തിക്കാനുള്ള അവസരം. അദ്ദേഹം പക്ഷേ നമുക്ക് തരുന്ന ആ ഓരോ ഉപദേശങ്ങളും അദ്ദേഹത്തിൻ്റെ അടുത്ത് ഞാൻ പ്രവർത്തനങ്ങളുടെ രീതിയിൽ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് പല കാര്യങ്ങൾക്ക് അവിടെ ചെല്ലുമ്പോഴും അദ്ദേഹം എന്നോട് പറയാറുള്ളൊരു കാര്യമാണ്, ഈ സത്യത്തിൻ്റെ കൂടെ നിൽക്കാവുള്ളൂ, സത്യമായിട്ട് പ്രവർത്തിച്ചതാണ്, ഞാൻ അസത്യത്തിന് കൂട്ടു നിൽക്കുകയില്ല, നീ അത് നോക്കിയും കണ്ടും പ്രവർത്തിച്ചാൽ മാത്രമേ ഞാൻ അതിന് സഹായിക്കൂ. അതുപോലെ തെറ്റ് കാണിച്ച കോൺഗ്രസിൻ്റെ പ്രവർത്തകരോട് ഇനിയൊന്നും രക്ഷിക്കാൻ ഞാൻ ആളല്ല എന്ന് അവരുടെ മുഖത്ത് നോക്കി പറയാനുള്ള നല്ലോണം വരെ കാണിച്ചിട്ടുള്ള ഒരു മഹൽ വ്യക്തിയാണ്. അദ്ദേഹം ഈ പെരിങ്ങോം മേക്കര പഞ്ചായത്ത് ഒന്നിച്ചെന്ന കാലഘട്ടത്തിൽ ആ പെരിങ്ങോം മേക്കര പഞ്ചായത്തിൻ്റെ UDF അധികാരം പിടിച്ചെടുത്ത് അന്ന് പ്രസിഡന്റായിട്ട് കുഞ്ഞികൃഷ്ണൻ നായർ വാഴുകയും ആ പഞ്ചായത്തിൻ്റെ നല്ല ഒരു ഭരണം നടത്തിയതിൻ്റെ പേരിൽ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് എന്നുള്ള രീതിയിൽ പുരസ്കാരങ്ങൾ സംസ്ഥാന സർക്കാരിന് പുരസ്കാരങ്ങൾ വാങ്ങുകയും ചെയ്ത മകൾ വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെ ഭാഷയ്ക്ക് വേണ്ടി ഒഴിഞ്ഞു വെക്കുകയും അതുപോലെ ചെറുപുഴ പട്ടണത്തിന് വേണ്ടി ചെറുപുഴ പ്രദേശത്തിന് വേണ്ടിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് ഊന്നൽ കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോയിട്ടുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ ആ ജീവിതത്തിൻ്റെ ഈ അവസാന നാളിൽ ഈ കഴിഞ്ഞ ദിവസം കൂടെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ കഴിഞ്ഞ ദിവസം മുമ്പ് തന്നെ ഞങ്ങൾ കാണുകയും നല്ല ആരോഗ്യവാനും നല്ല രീതിയിലേക്ക് സംസാരിക്കുകയൊക്കെ ചെയ്തിരുന്നതാണ്. പക്ഷേ ഇത്ര പെട്ടെന്ന് അദ്ദേഹം രീതിയിലൊരു വിയോഗം ഉണ്ടാകുമെന്നുള്ളത് നമ്മൾ സ്വപ്നത്തിൽ കരുതിയിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ വിയോഗത്തിൽ ഞാനും എൻ്റെ കുടുംബവും എൻ്റെ ബൂത്ത് കമ്മിറ്റികളും അദ്ദേഹത്തിൻ്റെ നിര്യാണത്തിൽ അങ്ങേയറ്റം അനുശോചനം രേഖപ്പെടുത്തിക്കൊള്ളു. അദ്ദേഹത്തെ ഓർക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ എൻ്റെ മനസ്സിൽ തളക്കേണ്ടി കിടക്കുന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് ആ രീതിയിലുള്ള അദ്ദേഹം ഒരു ആളിന് ഒരു പൈസയുടെ ആവശ്യം വന്നപ്പോൾ ഞാൻ അദ്ദേഹത്തെ ചെന്ന് കാണുകയും അദ്ദേഹത്തിന് മെമ്പർഷിപ്പ് ഉണ്ടോ എന്ന് ചോദിച്ചു. മെമ്പർഷിപ്പ് ഇല്ല എന്ന് പറഞ്ഞു. അന്നേരം അദ്ദേഹം എന്നെ വഴക്ക് പറഞ്ഞുകൊണ്ട് അത് നീ ഇന്നടത്ത് പോയി
പൈസ വാങ്ങിക്കുമെന്ന് പറഞ്ഞ് അദ്ദേഹം എന്നോട് പറഞ്ഞു വിട്ട് ഞാൻ ചെറുകിട മറ്റൊരാളുടെ ഇതിൽ നിന്ന് പൈസ ഞാൻ അവിടെ ചെന്നപ്പോഴത്തേക്കും വിനീഷമായ പൈസ ഇന്നാ എന്നും പറഞ്ഞ് എന്നെ ടെക്കുകയും ചെയ്തു. അങ്ങനെയുള്ള ഒരു നല്ല രീതിയിലൂടെ പ്രവർത്തനത്തിലുള്ള അദ്ദേഹത്തിനൊപ്പം നിൽക്കുന്ന ആൾക്കാർക്ക് വേണ്ടി നല്ല രീതിയിൽ പ്രവർത്തിക്കും. അദ്ദേഹത്തിൻ്റെ അടുത്തും നല്ല രീതിയിലൂടെ പെരുമാറണം. അദ്ദേഹത്തിൻ്റെ നിർബന്ധ ബുദ്ധിയുള്ളത് ഒരു കാര്യം ചെന്ന് അദ്ദേഹത്തോട് പറഞ്ഞാൽ പറ്റുമെന്നുള്ളേ പറ്റുമെന്ന് പറയും. പറ്റുകയില്ല എന്നുള്ള പിന്നെ എത്ര പോയാലും അദ്ദേഹത്തിന് യാതൊരു കാര്യമില്ല. കോൺഗ്രസിൻ്റെ അദ്ദേഹത്തിൻ്റെ തലപ്പത്തുനിന്ന് പ്രവർത്തിക്കുന്ന ആളായാലും പറ്റുകയില്ല എന്ന് പറഞ്ഞാൽ പറ്റുകയില്ല. കാരണം അത്രമേൽ സൂക്ഷ്മമായിട്ട് ചിന്തിച്ച് മാത്രമേ അദ്ദേഹം ഒരു കാര്യം ചെയ്യൂ. പറ്റുമെന്ന് പറഞ്ഞാൽ അത് ഇനി എന്ത് തല പോകുന്ന കേസാണെങ്കിലും സത്യം നമ്മുടെ കൂടെയാണെങ്കിൽ അദ്ദേഹം നടത്തി തന്നിരിക്കും. അങ്ങനെയുള്ള അനുഭവം എനിക്കുണ്ടായിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ വേർപാടിൽ എൻ്റെ മനസ്സ് കേടുകയാണ്. അത് പറയാൻ വാക്കുകളില്ല എന്നുള്ളതാണ് സത്യം. ഞാൻ എൻ്റെ ഹൃദയമായ ദുഃഖം അതുകൊണ്ട് ഞാൻ ക്ഷണിക്കുന്നു. കിഴക്കൻ മലയോര ജനതയ്ക്ക് തീർത്താൽ തീരാത്ത നഷ്ടം. നാടിൻ്റെ നാനോന്മുഖ വികസന പ്രവർത്തനത്തിൽ മുന്നിൽ നിന്ന് നയിച്ച വ്യക്തിത്വം. രാഷ്ട്രീയ എതിരാളികൾക്ക് പോലും സർവസമ്മതൻ. വ്യക്തിപ്രഭാവം കൊണ്ടും നിശ്ചയദാർഢ്യം കൊണ്ടും മറ്റൊരാൾക്കും എത്തിപ്പെടാൻ കഴിയാത്ത സൂര്യ തേജസ്. അറിവിൻ്റെ അക്ഷരങ്ങളെ അഗ്നിയാക്കിയ സരസ്വതി ക്ഷേത്രം എന്ന JMUP സ്കൂളിൻ്റെ മാനേജർ, ബാങ്ക് തുടങ്ങിയ സഹകരണ സ്ഥാപനങ്ങൾക്ക് മാർഗദർശിയും വിജയഗാഥയും രചിച്ച രംഗശില്പി. അങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത വിശേഷങ്ങൾക്ക് ഉടമയാണ് നമ്മെ വേർപിരിഞ്ഞു പോയ ബഹുമാന്യ ശ്രീ K. കുഞ്ഞികൃഷ്ണൻ നായർ. അദ്ദേഹത്തിൻ്റെ ദേഹവിയോഗം നാടിനും നാട്ടുകാർക്കും തീരാനഷ്ടം തന്നെയാണ്. സത്വരം പുറപ്പെട്ട നേരത്തു ഗൗതമനും മിത്രൻ തന്നുദയമൊട്ടടുത്തിലെന്നു കണ്ടു. ബദ്ധസന്ദേഹം ചെന്ന നേരത്തു കാണാൻ വന്നു. വൃത്രാരാധിക്കു മുനിശ്രേഷ്ഠനെ ബലാലപ്പു. വിക്രസ്തനായി എത്രയും വേപതു പൂണ്ടു നിന്നാൻ. തന്നുടെ രൂപം പരിഗ്രഹിച്ചു വരുന്നവൻ തന്നെ കണ്ടതികോപം കൈക്കൊണ്ടു നീന്ദ്രനും. നില്ലാകുന്നതെന്തിതു ദുഷ്ടാത്മാവേ, ചൊല്ലു ചൊല്ലെന്നോടു നീയെല്ലാമേ പരമാർത്ഥം. വല്ലാതെ മമരൂപം കൈക്കൊള്ളുവാനെന്തു മൂലം നിർലജ്ജനായ ഭവാനേതൊരു മഹാപാപി. സത്യമെന്നോട് ചൊല്ലിയറിഞ്ഞില്ലല്ലോ തവ വൃത്താന്തം പറയായി ഭസ്മമാക്കുവേനിക്കുമേ. തപസേനനെ നോക്കി സ്വർലോകാധിപനായി കാമകിങ്കരമല്ലായ്മയെല്ലാം അകപ്പെട്ടിതു മൂഢത്വം കൊണ്ടെല്ലാം നിന്തിരുവടി കൊടുത്തുകൊള്ളേണമേ. സഹസ്രഭഗനായി ഭവിക്കും ഭവാനിനി സഹിച്ചിടുക ചെയ്ത ദുഷ്ടം തപസ്വീശ്വരനായ ഗൗതമൻ ദേവേന്ദ്രനെ ശതിച്ചാശ്രമകമ്പു ഗർഭം അകലെയും ദേവഭൂതു ചെയ്തു. തപസോത്തമനായ ഗൗതമൻ കോപത്തോടെ നഷ്ടമെത്രയും ദുഷ്ടമാനസേ തവ സാമർത്ഥ്യം മുൻപാരം.
ആയിക്കോട്ടെ, എന്നാൽ എടുത്തിട്ട് ഓക്കെ ഓക്കെ നിങ്ങൾ ആദ്യം കഴിച്ചത് അതാണ് ജോർജ് ഇന്ത്യ ദാസ് അതടിച്ച പ്രശ്നം. രവി